ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ലോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കുക്കിംഗ് വന്നിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂപ്പറായിട്ടുള്ളൊരു രസമാണിത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ചെറിയ ജീരകം, അതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, തക്കാളി വലുതാണെങ്കിൽ 1 അല്ലെങ്കിൽ 2, മല്ലിയില, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് പുളി, വളംപുളി. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിരുന്നു. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് കുറച്ച് പരിപ്പ് വേവിച്ചത്. ഇത് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. ഇതെന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മുരിങ്ങൻ്റെ ഇലയൊക്കെ കുറച്ച് മതിയാവും. അത് മാക്സിമം നമ്മൾ ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുക. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ചെറിയ കൊഞ്ചലുകളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള ചേരുവകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചേരുവകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊരു 5 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ അത് വഴറ്റിയെടുക്കണം. ഈ പരുവാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ട ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പോൾ പുളി വേണ്ടവർക്ക് പുളി ഒഴിച്ചു കൊടുക്കാം, വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം പരിപ്പും കൂടി ഇട്ടതാണ്. അത് നമ്മൾ ചൂടാറുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പരിപ്പുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കിട്ടുന്നത് വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം പരിപ്പ് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഞാനത് തലേ ദിവസം പരിപ്പ് കറി വയ്ക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ് രസം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരി വെച്ച മുരിങ്ങൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങൻ്റെ ഇല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതായത് ഒരു 3 തണ്ട് മുരിങ്ങൻ്റെ ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തോളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതിൻ്റെ വീഡിയോ ഇതിന് മിസ്സായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കണം. കായം കട്ടയാണെങ്കിലും പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.